ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അമ്മൂമ്മേ നമ്മളെങ്ങോട്ടാ കൂടെ? അതെ ഗൈസ്, നമ്മളിന്ന് മുത്തപ്പൻകാവ് പോവാണ് കേട്ടോ. നമ്മളിവിടുന്ന് ഇറങ്ങാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു ഈവനിങ് 5:30 ആയപ്പോഴാണ് നമ്മളിവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എത്തിയത് നല്ല ലേറ്റ് ആയിട്ടായിരുന്നു കേട്ടോ. ലേറ്റായി എത്തിയതുകൊണ്ട് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം റൂംസ് ഒന്നും അവൈലബിൾ ആയിരുന്നില്ല കേട്ടോ. പിന്നെ നമുക്ക് ആകെക്കൂടി കിട്ടിയത് അവിടെയുള്ള ഹോട്ടലിൽ ഫ്രഷപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ടൈമാണ് കേട്ടോ. ഏകദേശം ഒരു 3:15 ആയപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഫ്രഷ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. 3:15 അവിടുന്ന് ഇറങ്ങിയിട്ട് ഒരു 4:15 ആയപ്പോഴത്തേക്കും ഞങ്ങൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നേ. പക്ഷേ നല്ല തിരക്കായിരുന്നു കേട്ടോ. ആ ഒരു ടൈമിൽ 5:30 ആവും നട തുറക്കാൻ. പക്ഷേ ആ ഒരു ടൈമിൽ വരെ നല്ല തിരക്കുണ്ടായിരുന്നു. ഈ ഒരു ടൈമിൽ ആരെങ്കിലും പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ട് പോകുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. ഇപ്പോൾ ഓൾറെഡി വെക്കേഷനാണ്. പിന്നെ ഞങ്ങൾ പോയ ടൈമിൽ വീക്കെൻഡും കൂടി ആയിരുന്നു. ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോഴേ വിചാരിച്ചിരുന്നു കേട്ടോ ബോട്ടിലൊക്കെ കയറണമെന്ന്. പക്ഷേ ഈ തിരക്ക് കണ്ടപ്പോൾ പിന്നെ അത് മാത്രമല്ല, ബോട്ടിൽ കയറാനും വലിയൊരു ക്യൂ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കയറുമ്പോഴത്തേക്കും നല്ല ലേറ്റ് ആവും. നല്ല തിരക്കുള്ളതുകൊണ്ട് പിന്നെ ബോട്ടിലൊന്നും കയറാൻ നിന്നില്ല കേട്ടോ. പിന്നെ രാവിലെ 3:15 ആ ഒരു ടൈമിൽ നമ്മൾ വന്നതല്ലേ. പിന്നെ ഈ ഒരു ടൈം ആയപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഒരു 7:30 അല്ലെങ്കിൽ ഒരു 7:15 ആയിട്ടുണ്ടാവും. ആ ഒരു ടൈം ആയിട്ടുള്ളൂ. പക്ഷേ നല്ലോണം വിശക്കുന്നും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ തൊഴാൻ വേണ്ടി കയറിയ ടൈമിലൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ. എന്താ പറയുക, ഒരു കല്ല് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നിലത്തോട്ട് വീഴില്ല, അങ്ങനെ തിരക്കായിരുന്നു. അമ്പലത്തിൽ നിന്ന് തന്നെ ഫുഡ് കഴിക്കാമെന്ന് കേട്ടോ വിചാരിച്ചിരുന്നത്. പക്ഷേ അവിടെയും നല്ല തിരക്കായിരുന്നു. പിന്നെ നമ്മൾ ഓൾറെഡി റെസിപ്റ്റ് ആക്കിയതുകൊണ്ട് പ്രസാദം നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കുറേ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഞങ്ങൾ വെറുതെ അതിലേക്ക് നടന്നിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയിട്ടുണ്ടായിരുന്ന സ്നേക്ക് പാർക്കിലേക്കായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ പോകണമെന്ന് വിചാരിച്ചായിരുന്നേ. ഞാൻ ഇതിനു മുമ്പ് പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ കുറച്ചുകൂടി ചെറുതായിരുന്ന ടൈമിലാട്ടോ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ ഇപ്രാവശ്യം പോകുമ്പോൾ എന്തായാലും പോകാമെന്ന് നേരത്തെ തീരുമാനിച്ചായിരുന്നു കേട്ടോ. ഇതിനു മുമ്പ് പോയത് ഇതേപോലെ തന്നെ മുത്തപ്പൻകാവ് പോകുമ്പോൾ തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു 7-ോ 8-ലോ എന്തോ പഠിക്കുന്ന ആ ഒരു ടൈമിലാണ് പോയതെന്ന് തോന്നുന്നു. അതുകൊണ്ട് കുറേ കാര്യങ്ങളൊന്നും എനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല. പക്ഷേ ചില കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. ഈ സ്നേക്ക് പാർക്കിൽ വന്നതും കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. സ്നേക്ക് പാർക്കിലേക്ക് കയറി കുറച്ചങ്ങോട്ടേക്ക് എത്തുന്നവരെ ഫുള്ള് എന്താ പറയുക, എമു, മയിൽ, പിന്നെന്താ അങ്ങനെയുള്ള ഓരോ ഐറ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചത് എന്താ സ്നേക്ക് പാർക്ക് എന്ന് പറഞ്ഞിട്ട് പാമ്പൊന്നും കാണുന്നില്ലല്ലോ. ഈ ഒരു ക്യാറ്റിൻ്റെ ഏരിയ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗുഹ പോലുള്ളൊരു സെറ്റപ്പിലേക്കാണ് കേട്ടോ കയറുന്നത്. അതിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ പിന്നെ സ്നേക്ക് പാർക്ക് എന്താ മനസ്സിലായി. ഈ ഒരു ഗുഹ കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ആ സങ്കടം അങ്ങോട്ട് മാറിയിട്ടോ. കാരണം ഫുള്ള് പാമ്പുകൾ, അതും വെറൈറ്റി പാമ്പുകൾ. ഇങ്ങനെ ഫാമിലി ആയിട്ട് എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ഞങ്ങൾ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർമാരാവും കേട്ടോ. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം മാത്രം കേട്ടോ, വേറെ ആർക്കും അല്ല. ഏകദേശം എല്ലാ ഫാമിലിയിലും ഈ സിബ്ലിങ്സ് ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. എടുത്തേക്ക് ഓടി. നിൽക്കുന്ന എല്ലാ ഐറ്റംസും ഈ ഒരാളുമായിട്ട് നല്ല സിമിലാരിറ്റി ഉണ്ടാവും. കാരണം ഞങ്ങൾ ഇവരുടെ അടുത്തു നിന്നാണ് ഇവനെ വാങ്ങിയത്. ഈ ഒരു മങ്കീൻ്റെ സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് പാമ്പാണ് കേട്ടോ. ഈ വലിയ മലമ്പാമ്പോ പെരുമ്പാമ്പോ അങ്ങനെ എന്തോ പറയില്ലേ, ആ പാമ്പും എല്ലാ ടൈപ്പ് വെറൈറ്റി പാമ്പുകളും ഉണ്ടായിരുന്നേ. ചില്ലുകൂടിലാണെങ്കിലും ചിലതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നും കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞങ്ങളൊക്കെ പിന്നെ ഡെയിലി കാണുന്നതിന് കുഴപ്പമില്ല. നാഗരാജ എനിക്ക് തൊടാനൊക്കെ വീട് കിടക്കുന്നത്. അതിന് താനെ എവിടെ അനം കണ്ടിട്ടോ പേടിപ്പിക്കല്ലോ. ശരി
ഇതാണ് ബിഗ് 4. ഹൗ ടു അവോയ്ഡ് സ്നേക്ക് ബൈറ്റ്. ഇപ്പോൾ പാമ്പ് കടി ഒക്കെ കൂടുതലായിട്ട് നടക്കുന്ന ടൈമല്ലേ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ ഉള്ളതാട്ടോ. ഈ ഒരു ടൈമെന്നല്ല, നോർമലി നമുക്കിത് ആവശ്യമായിട്ടുള്ള കാര്യമല്ലേ. എനിക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് എന്താണ് പറയാനുള്ളത് വെച്ചാൽ എല്ലാവരും സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. പാമ്പുണ്ടാവും, സൂക്ഷിക്കുക. ഇത് കാണുമ്പോൾ പേടിയാവുണ്ടോ? ഏയ് നമുക്ക് പിന്നെ പേടി തന്ന സാധനമില്ല. പാമ്പിനൊക്കെ നമ്മൾ കയ്യിലാണ്. അവിടെ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഈ ഒരു പാമ്പ് മാത്രം കേട്ടോ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നത്. ചേട്ടാ ഇത് ഇങ്ങോട്ടേക്ക് വരുമ്പോണ്ടല്ലോ, ഈ പാമ്പിനെ കാണുമ്പോൾ എനിക്ക് ഇപ്പം തന്നെ പേടിയാവുക. മീൻസ് എന്തോ ഒരു പേടിയായിട്ട് നമുക്ക് ഇവിടെയൊക്കെ ഉണ്ട് എന്നുള്ളൊരു തോന്നലില്ലേ, ആ ഒരു സാധനം. ഈ പാമ്പ് കണ്ടോ? ഇതൊക്കെ മണ്ണിന്റെ ഉള്ളിൽ നിൽക്കുന്ന കോമൺ സാൻഡ് മണ്ണൂലി. ഇങ്ങനത്തെ ഒക്കെ പാമ്പുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത്. സത്യത്തിൽ നീ സ്നേക്ക് പാർക്ക് കേട്ടപ്പോൾ പാമ്പുണ്ടാവും വിചാരിച്ചിരുന്നു. പിന്നെ സ്നേക്ക് പാർക്കിൽ കരടി ഉണ്ടാവും. എടാ അങ്ങനെയല്ല, ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് ഞങ്ങളിവിടെ. അപ്പോൾ അത്ര പാമ്പില്ലായിരുന്നു. മീൻസ് അവിടെ ഇവിടെയൊക്കെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇതിപ്പോൾ കയറിയപ്പോൾ തൊട്ട് ഫുള്ള് പാമ്പ്. അവിടെ ഇവിടെ എമ്മോ അങ്ങനെ എന്തെങ്കിലും കുറച്ചേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ ഫുൾ പാമ്പ് തന്നെ അല്ലേ. ഇത് അടുത്തത് എന്തോ മത്തി ഉണക്കാനിട്ടോലെ ഈ പാമ്പൊക്കെ കിടക്കാൻ. കണ്ട് എത്ര ഉണ്ടെന്ന് നോക്ക്. ഇത് എത്ര ഉണ്ട് എണ്ണി പറയുന്നവർക്ക് ഉണ്ണീൻ്റെ കഥ കോലുമിഠായി അല്ല, ഞാനൊരു ഗീവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ അടുത്തായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യും കേട്ടോ. നിങ്ങൾ ഇത്രയൊക്കെ പാമ്പിനെ കണ്ടല്ലേ, എന്താ ഇവരുടെ അടുത്തൊക്കെ പറയാനുള്ളത്? നമ്മളെ ഓഡിയൻസിൻ്റെ അടുത്തൊക്കെ എന്താ അമ്മയ്ക്ക് പറയാനുള്ളത്? പാമ്പിനെയൊക്കെ കണ്ട് അറപ്പാവും. അങ്ങനെയുണ്ട് പാമ്പൊക്കെ. വേറെ എന്തെങ്കിലും അവരുടെ അടുത്ത് പറയാണ്ടോ? സൂക്ഷിക്കണം എന്നോ? സൂക്ഷിക്കണം, ചിലപ്പോൾ അത് കൈകൊണ്ട് തൊട്ടാൽ കടിക്കും. ഏറ്റവും ചെറിയ കുട്ടി കിടന്ന് ആടുന്നുണ്ടോ? മാറിക്കട. ഞങ്ങൾ ഇതിന് മുമ്പ് വന്നപ്പോൾ എൻ്റെ കസിൻസൊക്കെ കൂടിയിട്ടാണ് വന്നത്. അപ്പം ഞങ്ങൾക്ക് എന്താ പറയുക, ഒരു വെറൈറ്റി ആയിട്ടുള്ള മെമ്മറി. എൻ്റെ മാമൻ്റെ മോളുണ്ട് കേട്ടോ മിന്നു. ഈ ഒരു തവളേൻ്റെ അടുത്ത് അവൾ എന്നിട്ടൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോ കിട്ടുകയാണെങ്കിൽ ഞാനിവിടെ സൈഡിൽ കൊടുക്കുക. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി അവളെ എപ്പോഴും കളിയാക്കലുണ്ട് ഈ തവളേൻ്റെ പേരും പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ തവളേനെ കണ്ടപ്പോൾ അവളെയാണ് ഓർമ്മ വന്നത് കേട്ടോ. ഒരു ബ്ലൂബെറിന്റെ കോൺ. പിന്നെ എനിക്ക് ബ്ലൂബെറി ഭയങ്കര ഇഷ്ടമാണ്. ഇതിനൊരു ഇളക്കമുണ്ടല്ലോ ഈ ടേബിളിന്. അലിഞ്ഞു തുടങ്ങിട്ടോ ചൂട് കൊണ്ട്. എൻ്റെ ബ്ലൂബെറി. ഇതിനു മുമ്പ് നമ്മളെ വയനാട്ടിൽ പൂപ്പൊലി ഉണ്ടായിരുന്നപ്പോഴാണ് കേട്ടോ ഇങ്ങനത്തെ കുടകൾ കണ്ടിരുന്നത്. ഇവിടെ അതേപോലെ ഉണ്ട് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്ന ഒരു ടൈമിൽ നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭാഗ്യത്തിന് കയറുന്ന ടൈമിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറെ എവിടെയും കയറാനൊന്നും നിന്നില്ല കേട്ടോ. നല്ല വെയിലായിരുന്നു. അപ്പോൾ ഭയങ്കര ക്ഷീണമാവുക, പിന്നെ ഉറക്കവും കുറവായിരുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കും.